ഈ ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്നുള്ളത് അത് വിധാൻസൗദയുടെ മുന്നിലുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. പോലീസ് പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത തരത്തിലേക്ക് ആളുകൾ അത് മരത്തിന് മുകളിൽ കയറുന്നു. തീർച്ചയായും വളരെ ആവേശമെന്നല്ല, അത് അമിത ആവേശം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ രീതിയിലായിരുന്നു ആളുകളുടെ ഉണ്ടായിരുന്നത്. അതിൽ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്, മാനേജ്മെന്റിനുണ്ട്. അത് മറുപടി പറയേണ്ടി വരും. കാരണം ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. അത് RCB മാനേജ്മെന്റിനെതിരെ ആകട്ടെ, DNA എന്റർടൈൻമെന്റ്സിനെതിരെ ആകട്ടെ, അതോടൊപ്പം ക്രിക്കറ്റ് അസോസിയേഷൻ ആകട്ടെ കേസെടുത്തിട്ടുണ്ട്. സർക്കാർ ഉത്തരം പറയണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ട് ഹൈക്കോടതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു 10-ാം തീയതിക്ക് മുന്നോടിയായി മറ്റ് നടപടികളിലേക്ക് കൂടി പോകേണ്ടത്. എനിക്കൊന്ന് പോലീസ് ഈ കേസെടുക്കാൻ കാരണം സർക്കാരിനെതിരെ ഇപ്പോൾ ഹൈക്കോടതി ഒരു റിപ്പോർട്ട് നൽകുമ്പോഴത്തേക്ക് പോലീസ് ഇടപെടുകയാണ്. ഇന്നലെ DK ശിവകുമാർ പറഞ്ഞത് ഐ ഡോണ്ട് ബ്ലെയിം മൈ പോലീസ് എന്നാണ്. പോലീസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് ഇന്നലെ ഈ അപകടം നടന്ന അതായത് ഒരു രാത്രി 8 മണിയോട് പറയുന്നത്. ഇന്ന് അദ്ദേഹത്തിന് നിലപാട് മാറ്റേണ്ടി വന്നു, അദ്ദേഹത്തിന് കരയേണ്ടി വന്നു. തീർച്ചയായും അത് തന്നെയാണ്. പോലീസും സർക്കാരും മാനേജ്മെന്റും ക്രിക്കറ്റ് അസോസിയേഷനും കൃത്യമായി ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പക്ഷേ നമുക്കറിയാം, വിരാട് കോഹ്ലിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വിരാട് കോഹ്ലിയുടെ കയ്യിൽ ചോര പതിഞ്ഞു എന്ന തരത്തിലൊക്കെ സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണം നടത്തുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു താരം വിചാരിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു അപകടമല്ല ഇത് എന്നതാണ് ന്യൂസ് മലയാളത്തിന് പറയാനുള്ളത്. കാരണം നമുക്കറിയാം, അല്ലു അർജുൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഒരു തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചാൽ അല്ലു അർജുൻ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി എന്ന തരത്തിലേക്ക് ഒരു സർക്കാർ കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ്. സമാനമാണ് വിരാട് കോഹ്ലിയിലേക്കും നീളുന്ന ഈ ഒരു ഉത്തരവാദിത്തം മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെച്ച് കൈ കഴുകുന്ന സമീപനമാണ് സർക്കാരുകൾ ഇപ്പോൾ സ്വീകരിക്കുന്നത്. എന്തായാലും ഈ സർക്കാരിനാകട്ടെ, പോലീസിനാകട്ടെ, മാനേജ്മെൻറ്റിനാകട്ടെ ഈ വിഷയത്തിൽ ഉത്തരം പറയേണ്ടി വരും. ആ നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. സ്പോർട്സ് ടോക്ക് പൂർണ്ണമാകുന്നു. നമസ്കാരം.